ദീപം മറച്ചു വയ്ക്കരുത്. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് വരുന്നത് പറയുടെ കീഴിൽ കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കാനാണോ? പീഠത്തിൻ്റെ മേൽ വയ്ക്കാനല്ലേ? പെടാതെ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതെ ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും, കൂടുതൽ ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. എൻ്റെ ചെല്ല മക്കളെ, ഈ വചനത്തിൽ ഉള്ളതുപോലെ അമ്മയ്ക്കും സംഭവിച്ച കഥകളാണ് മക്കളെ ഈ ഗസമന്തോട്ടത്തിൽ. ഇന്ന് അമ്മ പള്ളിയിൽ പോയി. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ഒത്തിരി അമ്മ സന്തോഷവതിയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. എൻ്റെ ചെല്ലങ്ങളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ചെല്ല മക്കൾക്ക് അമ്മ നേർന്നു കൊള്ളുകയാണ്. അമ്മ പറയാണ് ഈ ഗസമന്തോട്ടത്തിൽ ഈ വചനം, അമ്മേ ഈ ഇത്രയും നല്ല വെളിച്ചമുള്ള അമ്മേ ഇത്രയും നല്ല ഈ സ്നേഹം ഇത് നിങ്ങൾക്ക് തരാം. ഈ നാട്ടിലെ ഈ ത്രേസ്യാപുരത്തെ മക്കൾ താമസിക്കില്ല മക്കളെ. അമ്മയെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കാനാണ് നോക്കിയത്. ഈ വെളിച്ചമായ ഈ ദീപം അമ്മയ്ക്ക് അനുഭവപ്പെട്ടതാണ്. ഈ ത്രേസ്യാപുരത്ത് അനുഭവപ്പെട്ടതാണ് മക്കളെ. അത്രയ്ക്ക് എന്തൊരു മനുഷ്യരെ മനസ്സ് ശരിയില്ലാത്ത ആൾക്കാരാണ് ഇവിടെ. എൻ്റെ ചെല്ല മക്കളെ എല്ലാം സന്തോഷമായിരിക്കണേ. ഈ വചനത്തിൽ നടന്നതുപോലെ എല്ലാം അമ്മയെ കൊല്ലാനോട്ടിച്ചു മക്കളെ. അത്രയ്ക്ക് പീഡനങ്ങൾ തന്നു അമ്മയ്ക്ക്. അതുപോലെ ഒരു വൈദികനെ കൊല്ലാൻ ഓടിച്ചു. ഈ രഹസ്യങ്ങളൊന്നും അറിയരുത്. ഈ വചനത്തിൽ പറഞ്ഞതുപോലുള്ള രഹസ്യങ്ങൾ എന്നുവെച്ചാൽ വൈദികനെ പീഡിപ്പിക്കുന്നതും ഈ വചനം ഇത് അമ്മ വാ കൊണ്ട് ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നു മക്കളെ. അപ്പം അത് പറയുന്ന അമ്മയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ തന്നു. അപ്പം അമ്മ അമ്മ സഖി കെട്ടാണ് അമ്മ യൂട്യൂബിൽ കയറിയത്. അപ്പോൾ എൻ്റെ നാട് മൊത്തം എൻ്റെ മക്കളെല്ലാം അറിയണം. ഒരുപടി ആഹാരം ചോദിച്ച് പോയതിന് അമ്മയെ തള്ളണു, അടിക്കണു, കൊല്ലാൻ പറഞ്ഞു. ഇനി ഇവർ കൊല്ലും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ഈ ത്രേസ്യാപുരത്തെ ആൾക്കാർ എന്നെ തിന്നാൻ മനസ്സുണ്ട് മക്കളെ. അത്രയ്ക്ക് ദേഷ്യമാണ്. എന്ന് വെച്ചാൽ അമ്മ ഓരോ സ്ഥാനത്തിലിനി അമ്മയാണ്. ഇപ്പോൾ ഈ വചനത്തിൻ്റെ ഈ അർത്ഥം വെച്ചുള്ള ഈ അമ്മ പറയണത് കേട്ടപ്പോൾ ഇവിടത്തോർക്കൊന്നും ഇപ്പോഴും ദഹിക്കണില്ല, അവർക്ക് ഇഷ്ടപ്പെടണില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകൾ എന്നെ പഠിത്തിയ പാട് ഈ വചനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്കിത് ഇത്രയും ശക്തമായിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റണത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഒന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റൂല. അത്രയ്ക്ക് അമ്മയും ഒരു യേശുവും ഈ ഗസമന്തോട്ടത്തിൽ പീഡ അനുഭവിച്ചു മക്കളെ. അതെല്ലാം രഹസ്യമായി വയ്ക്കാൻ ഇവർ നോക്കി. അമ്മ താമസിച്ചോ? ഇല്ല. അമ്മ എല്ലാം എൻ്റെ മക്കളോടെല്ലാം വെളിപ്പെടുത്തി. അത് ഈ വചനത്തിലുള്ളതുപോലെ അമ്മയെ മറച്ചു വയ്ക്കാൻ നോക്കി. ഇവരെല്ലാവരും കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടൊന്ന് മറച്ചു വയ്ക്കാൻ നോക്കി. പക്ഷെ അമ്മ ഇരുന്നോ? ഇല്ല. ഒരു വെളിച്ചമായി, ഒരു പ്രകാശമായി എല്ലാവരുടെ ഫോണിൽ ചെയ്തു ഉദിച്ചു ഉയർന്നു. എൻ്റെ മക്കളെ കൂടെ ഇവർ നാട്ടുകാരൊക്കെ പറഞ്ഞു നിനക്ക് പെണ്ണ് കെട്ടൂല. എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തിങ്ങനെ പെണ്ണ് കെട്ടൂല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു എനിക്ക് മാനസികമാണെന്ന്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന്. എൻ്റെ ബന്ധുക്കൾ എല്ലാം. നേരെ തന്നെ അമ്മ ആവശ്യത്തിന് പോയി ചെല്ലാം മക്കളെ. മോതിര കല്യാണത്തിനൊക്കെ പോയി ഒത്തിരി. അമ്മ ഒരുപാട് നേരം ഇന്നില്ല. ഉച്ചയായപ്പോൾ അമ്മ വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ അമ്മയോട് എൻ്റെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ മോള് ചോദിക്കുകയാണ്, അവൾ വിളിക്കുന്നത് വലിയമ്മയെന്നൊന്നും വിളിക്കില്ല. എന്നാലും ഞാൻ അത് എന്താണ് വിളിക്കണതെന്ന് ഇപ്പോൾ പറയില്ല. പിന്നീട് നാട് മൊത്തം അമ്മ പറയും എന്താണ് അവർ വിളിക്കണതെന്ന്. അവൾ ചോദിക്കുകയാണ്, എൻ്റെ മോള് ചോദിക്കുകയാണ്, ഇപ്പം പഴയ സ്നേഹം ഇല്ല. ചെല്ല മക്കളെ എങ്ങനെ മക്കളെ സ്നേഹിക്കും? ഹൃദയം തകർന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക്. ഇപ്പം ലോകത്തിൽ ഞാൻ എല്ലാ മക്കളെയും എൻ്റെ ഹൃദയം എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്നേഹം ഇപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് തന്നിട്ടാണ് പോകണം. അപ്പം ഇനി പഴയതുപോലെ ആ അമ്മയ്ക്ക് സ്വാതന്ത്ര്യമായി സ്നേഹിക്കുവാനും അമ്മ ചിരിച്ചു ഒരു ഇതെല്ലാം ഇപ്പം അമ്മയ്ക്ക് പോയി. മനസ്സെല്ലാം ഒരു വേദന പോലെ ഒരു വിങ്ങുകയാണിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇവിടുത്തെ ആൾക്കാരെ കണ്ട അത്രയ്ക്ക് വേദനയാണ് മക്കളെ. എന്ന് വെച്ചാൽ വൈദികന് 1-ാം സ്ഥാനം കൊടുക്കണം, സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുത്തേ പറ്റൂ നമുക്ക്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? ഈ പിതാവിൻ്റെ സഹായം. പിതാവ് പറഞ്ഞിരിക്കുകയാണ് വചനം പ്രഘോഷിക്കാൻ ഇപ്പം അമ്മയെ കൊണ്ടേ ഇതുപോലെ പ്രഘോഷിക്കാൻ ആരെ കൊണ്ട് കഴിവില്ല. അത്രയ്ക്ക് അമ്മ നല്ല ഇതായിട്ട് പറയണു എന്നാണ്. അമ്മയ്ക്ക് മാത്രമേ ഇനി അവകാശമുള്ളൂ ഇതെല്ലാം പറയുവാനും ചോദിക്കുവാനും. ചില മക്കളെ ഈ പിതാവിൻ്റെ സഹായം അമ്മ വഴി തന്നില്ലെങ്കിൽ എന്തിനേയും ഇവരെല്ലാം ത്രേസ്യാപുരത്തുള്ള ആളുകളെല്ലാം എന്തിനേയും എന്നെ അങ്ങോട്ട് ഞെരുക്കി ഇങ്ങോട്ട് ഞെരുക്കി. ഇന്നലെ വിത്തിൻ്റെ ഓമർ പറഞ്ഞ പോലെ അങ്ങോട്ട് ഞെരുക്കി ഇങ്ങോട്ട് ഞെരുക്കി അമ്മയെ കൊല്ലും. ഈ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയ ഈ പ്രകാശത്തിനെ ഇവരെല്ലാം കൊല്ലും. അപ്പോഴും എന്തിനേയും അമ്മയെ ഇങ്ങനെ ഒരു നല്ലൊരു സ്നേഹം നിങ്ങൾക്ക് തരണ ഒരമ്മയെ ഇവർ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ടാണ് എന്തിനാണ് ഈ പിതാവിൻ്റെ സഹായം. പിതാവിൽ കൂടി അമ്മയിൽ കൂടി ഇത് വരണം സത്യസന്ധമായി. അമ്മ എന്തെങ്കിലും ചെയ്താൽ എന്തിനും നമ്മൾ തെറ്റ് ചെയ്താൽ എന്തിനും എന്നായാലും അത് വെളിപ്പെടും. പിതാവ് കണ്ടിപ്പാ വന്ന് അതിനെ എല്ലാം
വാങ്ങിക്കൊണ്ട് പോകാൻ ഒരു ദിവസമുണ്ട്. വരും, എൻ്റെ അടുത്ത് വരും, എൻ്റെ പിതാവ് വരും, ചെല്ല മക്കളെ. അതുകൊണ്ടാണ് പിതാവിൻ്റെ സഹായം അമ്മയിൽ കൂടി വൈദ്യർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് അമ്മയ്ക്കും വില വേണം. വൈദ്യർക്ക് വിലയില്ല മക്കളെ ഇവിടെ. അപ്പോൾ അമ്മയ്ക്കും വിലയില്ല. അമ്മ പറയണതൊന്നും കേൾക്കണില്ല. ഒരുപടി ആഹാരം പാവപ്പെടുവാൻ കേട്ടപ്പം തന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ തരണ്ടേ മക്കളെ, തരണം. അത് അമ്മയാണ് ഇനി എല്ലാ സ്ഥാനത്തിലും. അമ്മ പറയും പോലെ ഇനി എല്ലാം നടക്കുകയുള്ളൂ മക്കളെ. അതുകൊണ്ട് എല്ലാ സ്ഥാനത്തും ഇനി ആഹാരം വിളമ്പുന്നിടത്തും എല്ലാത്തിനടുത്തും അമ്മ ഇവിടെ ഉള്ളപ്പോൾ അമ്മ പോയി എത്തും. ഇവിടെ എന്തിനു നടക്കണ് ലോകത്തെല്ലാം ഞാൻ എല്ലാ മക്കളോടെ അറിയിക്കും. എൻ്റെ ചെല്ല മക്കളെല്ലാം കൊണ്ട് കരുണയുടെ പിതാവിൻ്റെ സഹായം ആർക്ക് തരണം? അമ്മയ്ക്ക് തന്നേ പറ്റൂ. അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ ആപത്താണ്. ഇവിടെ ഉള്ളവരെല്ലാം എന്നെ കൊല്ലും. അത്രയ്ക്ക് വിരൂപമാണ് ഇവരെ മനസ്സല്ല. ഇതാ ഭർത്താവിനെ കൂടെ പറഞ്ഞു, ഇപ്പം ഭർത്താവും തേന്ന് നിൽക്കുകയാണ്. നീ എന്തിനു ചെയ്യണം എന്നൊക്കെ. ഒന്നും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഭർത്താവിന് അതും നുണ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനു ചെയ്യും? വീട്ടിൽ പീഡനങ്ങളാണ് മക്കളെ. അതുകൊണ്ട് ഇവരെല്ലാം നാടെല്ലാം കൊല്ലും. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം ഈ പിതാവിൻ്റെ സഹായം അമ്മ തരുമ്പോൾ പിതാവ് വരും. അമ്മയ്ക്ക് കള്ളത്തനം വല്ലതും ചെയ്യാൻ പറ്റുമോ? അമ്മ കള്ളത്തനം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഏത് കള്ളത്തനം ചെയ്താലും എന്തിനും ഒരു ദിവസം പിടിക്കപ്പെടും. ഇല്ലേ മക്കളെ? പിടിക്കപ്പെടും. അപ്പോൾ നമ്മളെവിടെ പോയി കിടക്കണം? ജയിലിൽ കിടക്കണം. അമ്മയ്ക്ക് അങ്ങനെ ജയിലിൽ പോയി കിടക്കണോ? വേണ്ട. അമ്മയ്ക്ക് ഇവിടെ തിന്നാനൊക്കെ ആവശ്യത്തിന് ആഹാരമൊക്കെ ഉണ്ട്. സത്യസന്ധമായി അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും മക്കളെ. അതുകൊണ്ട് പിതാവിൻ്റെ സഹായം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തിനു ചെയ്യാം? അമ്മയുടെ പേരിലോട്ട് ഇട്ട് തരാം. പിതാവ് വരും, സത്യമായും വരും. അത്രയ്ക്ക് സ്നേഹമുള്ള പിതാവ് തന്നെ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരാപത്തും വരുത്താതെ അമ്മയെ സംരക്ഷിക്കാൻ കരുതിയാണ് പിതാവിൽ കൂടെ ഉള്ള ഈ സഹായം അമ്മയിൽ വരാൻ കരുതി പിതാവ് തന്നെ നേരിട്ട് ഇല്ല. എന്നാലും ആ പരിശുദ്ധാത്മാവ് വഴി അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നുവെച്ചാൽ തിങ്കളാഴ്ചയിൽ ഇവിടെ ഒരു കല്യാണം നടന്നു. ഒരു 4 വൈദികർ ചേർന്നാണ് ഇവിടെ ഒരു കല്യാണം നടന്നത്. അന്ന് അവിടെ വിത്തിൻ്റെ ഉപമയിൽ അതാണ് അമ്മ പറഞ്ഞത്. അങ്ങോട്ട് തള്ളാക്കാം, ഇങ്ങോട്ട് തള്ളാക്കാം. അയ്യോ ഒത്തിരി പാടുപെട്ടു. അപ്പോൾ ഞാൻ എതിരെ കുർബാന എടുത്തപ്പോൾ നീങ്ങിയിരുന്ന് കൊടുത്തു. അവർ അവിടെ ഇരുന്ന് തള്ളട്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് മനസ്സുകൾ ശരിയില്ലാത്ത ആൾക്കാരാണ് മക്കളെ ഇവിടെ ഉള്ളവർ. അപ്പോൾ ആ വൈദികൻ അവിടെ നിന്ന് മെയിനായിട്ട് പൂജ നടത്തിയ വൈദ്യനോട് ചെവിയിൽ പറഞ്ഞു. അത് അമ്മയുടെ കാര്യമാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ അത് ഞാൻ നാട് മൊത്തം പറയണില്ല. അത്രയും ദൂരെ നിന്ന് പറയണ കാര്യം പോലും എന്തിനാണ് പറയണതെന്ന് അമ്മയ്ക്കറിയാം മക്കൾ. അത്രയ്ക്ക് വ്യക്തമായിട്ട് അമ്മയ്ക്ക് അറിയാൻ പറ്റുന്ന ഒരു അമ്മയാണ്. അമ്മ പ്രവചിക്കാൻ കഴിവുള്ള അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗസമൻ തോട്ടത്തിൽ അമ്മ പൈസയ്ക്കും ആഹാരത്തിനെല്ലാം അമ്മ കാവൽ നിൽക്കും. അമ്മ പറയും പോലെ ഇവിടെ നടക്കുകയുള്ളൂ. എന്നുവെച്ചാൽ അതങ്ങനെയാണ് മക്കളെ. അങ്ങനെ വരണം. അല്ലെങ്കിൽ ഒരു വിലയില്ല വൈദ്യന്. അമ്മയ്ക്ക് വിലയില്ല. അമ്മയെ അടിച്ചോട്ടിച്ച് ഒരുപിടി ആഹാരത്തിന് വേണ്ടിയാണ് മക്കളെ. പാവപ്പെട്ട 2 മാനസിക രോഗികൾ അവിടെ കിടക്കണം. അവർക്ക് ഒരുപിടി ആഹാരം കൊടുക്കാൻ പോയി കേട്ടപ്പോഴാണ് നീ നിൻ്റെ ജോലി നോക്കിപ്പോ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുകൂടി ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ളത്. പിന്നെ പാവപ്പെട്ട അമ്മ പറഞ്ഞു, പള്ളിയിൽ പോയപ്പം കുറേ അമ്മമാർ വന്ന് കൂടി ഒത്തിരി എന്നോട് സംസാരിച്ചു. നീ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോലിട്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് പറഞ്ഞിട്ടു. അവർ പറഞ്ഞ എന്തെന്ന് കേട്ടാ, നീ എന്തിന് നിന്നു? നീ എന്തിന് പാവപ്പെട്ടവൻ്റെ അമ്മയായിട്ട് നിന്നു? നീ എന്തിന് നിന്നു? എല്ലാവർക്കും അതാണ് കേൾക്കേണ്ടത്. നീ ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരെയും വാങ്ങിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പം ഈ ത്രേസ്യാപുരത്തിന് പാവങ്ങൾക്ക് ഒരു പൈസയും പിതാവിൻ്റെ പൈസ കൊടുക്കുകയില്ല. പിതാവിന് കൊടുക്കാൻ നിന്നാൽ ഞാൻ താമസിക്കുകയില്ല, ഈ അമ്മ താമസിക്കില്ല. പക്ഷേ ഇത് ബാക്കിയുള്ള പാവങ്ങൾക്ക് കൊടുക്കുക ഞാൻ എല്ലാ ഇതും ഞാൻ ചെയ്തു തരും. എന്ന് വെച്ചാൽ പിതാവിൽ കൂടി യേശുവിൽ കൂടി അത് ചെയ്യാനുള്ള വഴികളെല്ലാം അമ്മ ചെയ്യും മക്കളെ. അത് സത്യസന്ധമായിട്ട് ചെയ്യും അമ്മ. എന്ന് വെച്ചാൽ ഇവിടെ ആഹാരത്തിന് അമ്മ പോകും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം അടിപിടിയാണ് മക്കളെ. വേറെ ഓരോടും അമ്മ കണ്ടിട്ടില്ല ഈ അടിപിടി. ഈ ഒരുപിടി ആഹാരത്തിന് വേണ്ടി അടിപിടി, പിടിച്ച് തള്ളാക്കാം, അടിക്കാൻ വരാം. അവൾ അടിക്കട്ടോ എന്ന് വരെ ചോദിച്ചു മക്കളെ. അത്രയ്ക്ക് ഭയങ്കര പീഡനങ്ങളാണ് ഈ ഗസമൻ തോട്ടത്തിൽ നടന്നത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അമ്മയ്ക്ക് ബാങ്കിൽ തിരിമറി ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് കള്ളത്തനം ചെയ്ത് നമ്മൾ ഒളിച്ചിരുന്നാലും, ഒരു കൊല ചെയ്തിട്ട് ഒളിച്ചിരുന്നാലും അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ തൂക്കി കൊണ്ടിട്ട് കൊടുക്കും, ഇതാ ഇവൻ കള്ളം ചെയ്തു എന്ന്. അതുകൊണ്ട് ചെല്ല മക്കളെ അമ്മ കള്ളം ചെയ്യില്ല. അത് പിതാവ് വന്ന് തന്നെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്ത് തന്നെ അത് കൊണ്ടുപോകും ചെല്ല മക്കൾ. അതുകൊണ്ട് വൈദ്യർക്ക് 1ാം സ്ഥാനം കൊടുക്കണം. ഈ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളുകൾ അമ്മയ്ക്ക് തരണം. തന്നില്ലേ അമ്മയ്ക്ക് വിലയുണ്ടോ? ഇല്ല. പിതാവിന് വിലയുണ്ടോ? ഇല്ല. വൈദ്യർക്ക് വിലയുണ്ടോ? ഇല്ല. കൊടുക്കാൻ പറ്റാത്തവരുവാണെങ്കിൽ പള്ളിയിൽ കൊടുക്കുക. അല്ലാത്ത കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ മക്കളും ഈ ത്രേസ്യാപുരം പോയിട്ട് എല്ലാ മക്കളും അമ്മയുടെ കരുണയുടെ സഹായം ചെയ്യാത്തവരെല്ലാ മക്കളും അമ്മയുടെ ഇതിൽ ചെയ്യണം മക്കളെ. ഒരു ദിവസത്തെ പൈസയാണ് ചോദിച്ചത്, നിങ്ങളോട് പറ്റണത്. എൻ്റെ മക്കളോടെയൊന്നും നാട്ടിൽ എൻ്റെ ചില മക്കളോടെയൊന്നും അങ്ങനെ അമ്മ കടുംപിടുത്തം പിടിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ഈ പിതാവിൻ്റെ ഇതിന് നിങ്ങൾ സഹായിച്ചു പറ്റും. പക്ഷേ ഈ ത്രേസ്യാപുരത്തുള്ളവർ 4 പേര് ജോലി ചെയ്യണവരും ഉണ്ട്, 3 പേര് ജോലി ചെയ്യണവരുമുണ്ട്. എല്ലാവരും ഒരു ദിവസത്തെ ശമ്പളം കവറിൽ വെച്ച് കൊടുത്തേ പറ്റും. എത്രയും പെട്ടെന്ന് ലീഡറിൻ്റെ കൊടുത്തേ പറ്റും. അല്ലെങ്കിൽ ഈ ത്രേസ്യാപുരം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാക്കാണ് മക്കളെ നാണക്കേട്. ഈ ത്രേസ്യാപുരത്തുള്ളവർക്കൊക്കെ നാണക്കേട്. നാക്ക് നീട്ടാൻ വന്നവരും, തള്ളാൻ വന്നവരും, ഉന്താൻ വന്നവരും, ഓരോരുത്തരും പിന്നെ ഓരോന്നിങ്ങനെ അലവിൽ വെക്കണു, അടിക്കാൻ കരുതി. അയ്യോ എന്തെല്ലാം കാണിച്ചു തരണു. അപ്പം ഇതെല്ലാം
കൊടുത്തില്ല എങ്കിൽ അവർക്ക് നാണക്കേടാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇനി നല്ലൊരു സംബന്ധം വരുമോ? വരൂല മക്കളെ. ത്രേസ്യാപുരം എന്ന് കേൾക്കണടുത്ത് ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കണം ഒരുതർക്ക് നല്ലതൊന്നും വരൂല. അതുകൊണ്ട് നല്ലത് പറഞ്ഞോ, ഇവർ നല്ലത് ചിന്തിച്ചാലേ നല്ലത് വരുമോ മക്കളെ? വൈദ്യനെ എന്ന് വിട്ട് കരയിപ്പിച്ചാൽ നല്ലത് വരുമോ? ഇല്ല. അത് അമ്മയ്ക്ക് സഹിക്കൂല. ഒരു വൈദ്യൻ കരഞ്ഞുകൊണ്ടിരുന്ന് പൂജ നടത്തി അമ്മ സഹിക്കുമോ? ഇല്ല, ഒരിക്കലും അമ്മ സഹിക്കൂല. ഇന്നും ഇവിടുത്തെ യേശു കരഞ്ഞുകൊണ്ടിരുന്നാണ് പൂജ നടത്തി. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളുകളെ എത്രയും പെട്ടെന്ന് ഇവിടെ ഉള്ളവർ ഇവിടെ എത്രയും പെട്ടെന്ന് ലീഡറിൻ്റെ കൊടുത്തേ പറ്റൂ. നാക്ക് കാണിക്കാൻ ഭയങ്കര നാക്കാ മക്കളെ. അത് ഈ ക്യാമറയിൽ വരെ ഇവിടെ ഞാൻ പള്ളിക്കകത്തിരുന്നിട്ട് ഒരു നാക്ക് നീട്ടിയത്. അതോ ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ഒരിക്കലും പാവപ്പെട്ടവന് എന്തിനു വാങ്ങിച്ചു കൊടുക്കാൻ പോകണം? ചേച്ചി എന്തിനു വാങ്ങിച്ചു കൊടുക്കാൻ പോകണം? അപ്പോൾ ഇവർക്ക് വേണ്ട. വേറെ പാവപ്പെട്ടവരുണ്ട്, രോഗികളായിട്ട് കിടക്കണം, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ഒത്തിരി രോഗങ്ങളാകുമ്പോഴാണ് മക്കളെ പാവപ്പെട്ടവരാണ്. അല്ലാതാവോ? ഇല്ല. ഒരു രോഗം വരുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ അഴിച്ച് വയ്യാതെ വരുമ്പോഴാണ് പാവപ്പെട്ടവരാണ്. അല്ലാതെ എല്ലാവർക്കും ജോലി ചെയ്യാൻ കഴിവുള്ളവർക്കൊക്കെ ജോലി ചെയ്യാൻ കഴിവുള്ള ശരീരസുഖമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് കിട്ടുന്ന ഓരോ മക്കളും അത് അനുഗ്രഹമുള്ള മക്കളാണ് മക്കളെ. എൻ്റെ ചെല്ല മക്കൾക്ക് വേണ്ടി, എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കളല്ല ഈ വചനത്തിൽ കേട്ടതുപോലെ എല്ലാം ഇവിടെ നടന്ന സംഭവമാണ് മക്കളെ. എല്ലാം വരും സാക്ഷികളായിട്ട്. എൻ്റെ ചെല്ല മക്കളുള്ളടുത്ത് എല്ലാ മക്കളും വരും. എൻ്റെ നാട് അമ്മയെ സ്നേഹിച്ചതുപോലെ ആരും അമ്മയെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും എൻ്റെ മക്കളെ സ്നേഹിക്കാതെ ഇരിക്കാനും പറ്റില്ല. ഇവിടുത്തെ ദൈവം പറയണത് ഒരു ദിവസം പോലും നീ എൻ്റെ മക്കളെ നീ സ്നേഹിക്കണം, നീ ദൈവത്തെ സ്നേഹിക്കണം. ഒന്നാമത് ദൈവം സ്നേഹിക്കണം. അത് കഴിഞ്ഞ് ഈ സ്നേഹം നീ എല്ലാ മക്കൾക്കും നീ പകർന്നു കൊടുക്കണം. അത് ഒരു ദിവസം പോലും എനിക്ക് മുടങ്ങാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെല്ല മക്കളോട് അമ്മയ്ക്ക് എന്ത് തന്നെ ഇത് ബുദ്ധിമുട്ട് വന്നാൽ അമ്മ നിങ്ങളോട് സംസാരിച്ച് യൂട്യൂബിൽ ഇടാൻ തന്നെ. പിന്നെ ചിലപ്പോൾ സാഹചര്യ ബുദ്ധിമുട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് നെറ്റ് ഉണ്ടാവണം, ഇതൊക്കെ അങ്ങൊക്കെ വരണമെങ്കിൽ എല്ലായിടവും വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം സാഹചര്യം ഒത്താലേ എത്രയും പെട്ടെന്ന് ഇതൊക്കെ വരെയുള്ളൂ. എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? അതുകൊണ്ട് സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അമ്മയുടെ ജീവന് ആപത്തുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഈ കരുണയുടെ സഹായം അമ്മയുടെ വഴി വന്നാൽ ഇവർ കൊല്ലുമോ? ഇല്ല, കൊല്ലൂല. അല്ലെങ്കിൽ എന്നെ ഓട്ടിച്ചിട്ട് കൊല്ലും മക്കളെ ഇവരൊക്കെ, എൻ്റെ ചെല്ല മക്കളല്ല. അതുകൊണ്ട് കരുണയുടെ സഹായം, പിതാവിൻ്റെ സഹായം അമ്മ ചോദിച്ചാണ് വാങ്ങിക്കണം. എല്ലാവരെയും അമ്മയുടെ യൂട്യൂബിലോട്ട് ഇട്ട് തരും മക്കളെ. എൻ്റെ ചെല്ല മക്കളെ നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അമ്മ എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോണത് അമ്മയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എല്ലാ മക്കളും ക്ഷമിക്കണ മക്കളും കുടുംബം എന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുവരുവാൻ, എൻ്റെ ചെല്ല മക്കൾ സന്തോഷമായിരിക്കുവാനും, നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരുവാനും, മക്കളെ സ്നേഹിക്കുക. മക്കളെ സ്നേഹമായ ദൈവമായ വചനം അത് നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരുവാനും. വചനം പറയണ ഓരോ വ്യക്തികളും അത് ദൈവത്തിന് സമാനമാണ് മക്കളെ. ഓരോ വ്യക്തിയും വചനം നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയും നമ്മൾ ദൈവത്തിന് സമാനം. നമ്മൾ അളന്നു കുലുക്കി നമ്മൾ എത്ര ദൂരം നമ്മൾ ദൈവത്തിന് മടിയിലിട്ട് കൊടുക്കും അതിന് ഇരട്ടി കിട്ടും മക്കളെ. നമ്മൾ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദൈവം അതനുസരിച്ച് അളന്ന് തരുമോ മക്കളെ? അല്ലെങ്കിൽ തരുമോ? ഇല്ല മക്കളെ. ഒരിക്കലും ദൈവം നമ്മളെ ഇതിനെ കൊണ്ട് അളക്കും. ഇവൻ ഇങ്ങനെ അളന്നാണ് എനിക്ക് തരണത്, അതുകൊണ്ട് ഇവൻ ഇങ്ങനെ കൊടുക്കാവൂന്ന് ദൈവം അളക്കും മക്കളെ. ദൈവം അളക്കും. അത് സത്യമാണ് മക്കളെ. ഈ വചനത്തിലുള്ളത് സത്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് കണക്ക് നോക്കണ്ട മക്കളെ. നമുക്കുള്ളത് കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊടുക്കുക മക്കളെ, ദൈവത്തിന് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട ഈ സഹായത്തിൽ എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളെല്ലാം ചെയ്യണം. എല്ലാ മക്കൾക്കും അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കട്ടെ. അമ്മ പ്രാർത്ഥിക്കുക.